ഇന്ന് നമുക്ക് ഒരു മെഡിസിനൽ പ്ലാന്റിനെ പരിചയപ്പെടാം. ഇതിൻ്റെ പേരാണ് മുയൽ ചെവിയൻ. മുയലിൻ്റെ ചെവിയോട് സാദൃശ്യമുള്ളതുകൊണ്ടായി ഇതിൻ്റെ ഇലകൾക്ക് സാദൃശ്യമുള്ളതുകൊണ്ടായിരിക്കാം ഇതിന് മുയൽ ചെവിയൻ എന്ന് പേര് വന്നത്. ഇത് ഒത്തിരി ഔഷധ ഗുണമുള്ള ചെടിയാണ്. വിട്ടുമാറാത്ത ചുമയ്ക്ക് നമ്മളിതിൻ്റെ ഇലയും ആടലോടകത്തിൻ്റെ ഇലയൊക്കെ കൂടി ചുക്ക്, തിപ്പലി, കുരുമുളക് എല്ലാം കൂടി പൊടിച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ വരുന്ന പനി, ചുമ, ജലദോഷം എന്നിവയ്ക്കും ഇതിൻ്റെ നീര് ഉപയോഗിക്കാറുണ്ട്. ടോൺസിലൈറ്റിസിന് ഇതിൻ്റെ നീര് നമ്മൾ തൊണ്ടയിൽ പുരട്ടിക്കഴിഞ്ഞാൽ ടോൺസിലൈറ്റിസിന് ശമനം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ദശപുഷ്പങ്ങളിൽ 10ാമത്തേത് എന്നറിയപ്പെടുന്ന ഈ ചെടി ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഇതിൻ്റെ പൂവ്. വയലറ്റ് കളർന്ന പൂവാണ് ഇത്. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇത് വെള്ള കളറിലായിട്ട് മാറും. ഇതിൻ്റെ അരികൾ വീണിട്ടാണ് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടിയെ നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ ഒരു ചട്ടിയിലെങ്കിലും നമ്മൾ നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കുക.